നമ്മളൊരു സുഹൃത്തിനോട് ഹെൽത്ത് ഇൻഷുറൻസ് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയും വേണ്ട, അതിനേക്കാൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ എനിക്ക് അത്രയൊന്നും പൈസ ആവില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ തെറ്റിദ്ധാരണയാണ്. ഒന്നാമത്തെ കാര്യം, ഇൻഷുറൻസിന് പഴയ പോലെ അത്ര വലിയ ചിലവൊന്നുമില്ല. 18% GST ഉണ്ടായിരുന്നത് ഇപ്പോൾ 0 ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രീമിയത്തിൽ 18% പ്രീമിയം കുറഞ്ഞു എന്നർത്ഥം. അതുപോലെ 2 കുട്ടികളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഏറെക്കുറെ 20,000 രൂപ മാത്രമാണ് പ്രീമിയമായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നല്ലത്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. അത്രയും തുക നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ അതിനകത്തൊരു 50,000 രൂപ ഡിഡക്ഷൻ വെക്കുക. ഈ 20,000 രൂപ എന്നുള്ളത് 11,000 രൂപയായിട്ട് പ്രീമിയം കുറയും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആശുപത്രിയിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു, അതിനകത്ത് 50,000 രൂപ കുറവ് ചെയ്യപ്പെടും. ബാക്കി 9,50,000 രൂപ നിങ്ങൾക്ക് ക്ലെയിമായിട്ട് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ചില കേസുകളിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഹാർട്ട്, കിഡ്നി, ലിവർ, ബ്രെയിൻ, ഈ ഭാഗത്താണ് എന്തെങ്കിലും ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ പോലും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് മരുന്നും ഗുളികളും ഒന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് ഞങ്ങൾ പറയും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുവാനുള്ളത്.